ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും താജ് വേസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നിങ്ങൾക്ക് തമ്പനയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും കേട്ടോ. നല്ല കുഞ്ഞമ്മത്തി കിട്ടിയിട്ടോ, മരുന്നൊന്നും ഇടാത്ത നല്ല ഫ്രഷായിട്ടുള്ള മീനാണ്. കുറക്കാലമായിട്ട് മീനൊന്നും മേടിക്കാറില്ല. അതൊക്കെ ഈ മരുന്നിട്ടതും ഒരുമാതിരി ചൊവ്വയായിരിക്കും. ഇതിങ്ങനെ കൂട്ടാൻ നടക്കുന്ന സമയത്ത് തന്നെ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടില്ല. അമ്മാതിരിയായിട്ട് കുറേ കാലമായിട്ട് ഞാൻ മീനൊന്നും മേടിക്കാറില്ല കേട്ടോ. എന്താ അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ മീനിൻ്റെ റെസിപ്പികളൊന്നും കാണാത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല മീനാണെന്ന് കണ്ടപ്പോൾ ഞാൻ മേടിച്ചാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മളൊരു അടിപൊളി കറി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ല മുളക് കറിയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പം മഞ്ഞുകാലമായപ്പോൾ നമ്മുടെ പറമ്പിൽ തന്നെ ഇരുമ്പമ്പുളിയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇത് വെച്ചിട്ട് തന്നെ മത്തിയിട്ടിട്ട് നല്ല അടിപൊളിയായിട്ടൊരു മീൻ കറി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ മീൻകറിയൊക്കെ ഞാൻ അധികവും മൺകലത്തിൽ തന്നെ ആട്ടോ ഉണ്ടാക്കുക. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4 അല്ലി വെളുത്തുള്ളി ആട്ടോ അങ്ങനെ ചതച്ചെടുത്തതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണമല്ലേ അതും കൂടെ ചതച്ചെടുത്തതും ഒരു 3 പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഇങ്ങനെ നടുകീറിയതാണ് കേട്ടോ. അപ്പോൾ ഇവരെ 3 ആളെയും കൂടി നമുക്ക് ആദ്യം കൊണ്ട് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ മൂത്തൊട്ടിക്കോളും. എന്നിട്ട് നന്നായിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ മൂത്തിട്ട് വരുന്നൊരു മണം വരുമല്ലോ. ആ സമയത്ത് നമുക്ക് ഒരു 1/2 കപ്പ് ചുവന്നുള്ളി, നമ്മുടെ ചെറിയ ഉള്ളി, പുള്ളിക്കാരനെ ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞിട്ടിട്ട് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ. ഒന്ന് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കറി അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ആ കറി കണ്ടുകൊണ്ട് നമുക്ക് ചോറില്ല കേട്ടോ. ഇനി നമുക്ക് ചുവന്നുള്ളി ഇപ്പോൾ ചേർത്ത് കൊടുത്തില്ലേ. ഇനി ഇതൊന്ന് വഴണ്ട് വരുന്നവരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പറമ്പിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന ഇരുമ്പമ്പുളി ഇല്ലേ അത് നന്നായിട്ട് കഴുകിയിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്താണ് കേട്ടോ. അപ്പോൾ ഇയാളെയും കൂടി ചേർത്തോട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇയാളെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിച്ചിട്ട് വരും കേട്ടോ. അപ്പോഴാട്ടോ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ മീൻ വെച്ചാട്ടോ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനിങ്ങനെ 1 കപ്പ് എടുത്തേക്കണത്. നിങ്ങൾ എത്രയാണ് മീൻ എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പുളി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അതാ കണ്ട പുളിയുടെ കളറൊക്കെ ഒന്ന് മാറി പുള്ളിക്കാരനൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്തൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാട്ടോ ഞാൻ ചേർക്കണത്. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ സാധാ മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എപ്പോഴും ചേർത്ത് കൊടുക്കണം. എന്താണെന്ന് പറഞ്ഞാൽ കറിക്ക് നല്ലൊരു തിക്നെസ്സും ഉണ്ടാവും, നല്ലൊരു കളറും കിട്ടും. അതിന് വേണ്ടിയിട്ടാണേ. തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികളുടെ പച്ചമണം പോകണ വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് 2 തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തത് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോണ വരെയും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മുടെ കറികളൊക്കെ അല്ലേ ഇങ്ങനെ അച്ചാറ് തൊടുற പോലെ തൊട്ടാൽ മതി. കുറച്ച് കറി എടുത്താൽ മതി. നല്ല എരിവും പുളിയും ഉപ്പുമൊക്കെ നല്ല കറക്റ്റായിരിക്കും. ഒരുപാട് ഇങ്ങനെ വെള്ളം പോലത്തെ കറികളായിരിക്കുമല്ലോ കേട്ടോ. കുറച്ച് കൂട്ടിയാൽ തന്നെ കറിയായിരിക്കും. ഇനി നമുക്ക് വെള്ളങ്ങളൊന്നും ചേർക്കാണ്ട് തന്നെ നേരിയ തീയിലൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഇപ്പോൾ വെള്ളം ചേർത്തില്ലെങ്കിലും ഈ തക്കാളിയിൽ നിന്നും പുളിയിൽ നിന്നൊക്കെ ഉള്ള വെള്ളം വന്നിട്ട് കണ്ടില്ലേ, കറിക്കകത്ത് വെള്ളം ഉണ്ടാവും. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മീനൊക്കെ ഇടുമ്പോൾ എന്തായാലും വേവാൻ വെള്ളം വേണമല്ലോ. അപ്പോൾ അതിനാവശ്യമുള്ള ചുടുവെള്ളം നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയോ കറിയൊന്ന് തിളച്ചിട്ട് ഒന്ന് മെഴുക്ക് തെളിഞ്ഞ് വരട്ടെ. മീൻകറി നമ്മളെപ്പോഴും ഉണ്ടാക്കുമ്പില്ലേ കറി ഇങ്ങനെ തിളക്കണേക്ക് മുന്നേ തന്നെ ഓടിക്കയറി മീനിടരുത്. അപ്പോൾ കറിയിൽ വെള്ളം തെളിഞ്ഞ് വെള്ളം വേറെ കറി വേറെ നിൽക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ കറിയൊക്കെ ഒന്ന് തിളച്ച് അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി മെഴുക്കൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. അപ്പോഴേ നമുക്ക് അതിൻ്റെ അകത്തേക്ക് മീനിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവുണ്ടെന്ന് തോന്നണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നോക്കിയാൽ നമ്മൾ കറിക്കകത്ത് മീനൊന്നും ഇട്ടിട്ടില്ല, എന്നിട്ടും നോക്കിയാൽ കറീൻ്റെ അകത്ത് മെഴുക്ക് തെളിഞ്ഞ് വരുന്ന കണ്ട. അപ്പം ഇങ്ങനെ മെഴുക്ക് തെളിഞ്ഞ് വന്നാലാണ് ഒരു മീൻകറി ആവണത് കേട്ടോ. ഇപ്പോൾ വെള്ളം ചേർത്ത് വെച്ചിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതാണ്. ഇപ്പോൾ അതാ കറി നല്ല സെറ്റായിട്ട് വരും കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കുന്നത് കുഞ്ഞമ്മത്തിയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് നേരം കറിക്കകത്തിട്ടിട്ട് ഇങ്ങനെ തിളപ്പിക്കുകയൊന്നും ചെയ്ത് മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോവും. അപ്പോൾ ഇത് 1/2 കിലോ കുഞ്ഞമ്മത്തിയാണ്. അപ്പോൾ ഇവനെ അങ്ങോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മീൻ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളില്ലേ ആദ്യമേ തന്നെ മീനിങ്ങനെ കുത്തി ഉടക്കാൻ പോകരുത് കേട്ടോ.
ജസ്റ്റ് കറിക്കകത്തേക്ക് ഇങ്ങനെ താത്തി അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മീനൊന്ന് തിളക്കണ സമയത്തില്ലേ നമ്മൾ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ മീൻ കറി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതേ കറിയൊക്കെ തിളച്ച് ഇങ്ങനെ റെഡി ആയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ നല്ല ചെറിയ സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് സൈഡിൽ കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അല്ലാണ്ട് വലിയ കയ്യിലിട്ടിട്ട് കുത്തിമറിക്കരുതേ, മീൻ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മുടെ കുഞ്ഞമ്മത്തി മുളകിട്ടത് അവിടെ റെഡി. ഇതിൽ കൂടുതൽ വിശദീകരിച്ച് എനിക്കിനി പറഞ്ഞുതരാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതുപോലൊന്ന് മത്തിക്കറി നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കിയേ. അതോടൊപ്പം തന്നെ നമ്മൾ കറിവേപ്പിലയില്ലേ നന്നായിട്ട് നല്ല പച്ച കറിവേപ്പില അങ്ങോട്ട് കഴുകിയിട്ട് ഞെട്ടോട് കൂടി തന്നെ അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ റെസിപ്പികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും, ബൈ ബൈ.